അസ്സലാമലൈക്കും ചങ്ങന്മാരെ, ഞാൻ നിങ്ങളെ സ്വന്തം പോകും. അപ്പോൾ നനച്ചുള്ളിപ്പണിയെന്ന് പറയാൻ പറ്റില്ല. എന്നാലും നമ്മൾ ഒരുവിധമൊക്കെ എടുത്തിട്ട് നല്ലതൊക്കെ ചെറുതാക്കി വൃത്തിയാക്കി ഇതാ പൊലച്ചൊക്കെ നമ്മൾ നീട്ടിട്ടുണ്ട്. എണീറ്റ് നോക്കുമ്പോൾ എന്താ നല്ല തണുപ്പ്. എങ്ങനെ തണുപ്പില്ലാതൊക്കെ AC ഓഫാക്കണ്ടേ? AC ഓഫാക്കിയിട്ടില്ല. അപ്പോൾ ആ തണുപ്പത്ത് നമ്മൾ എന്ത് ചെയ്തു, ഈത്തപ്പഴത്തിൻ്റെ ഒരു സെറ്റ് ഉണ്ടായിരുന്നു, അതെടുത്ത് 2 ഈത്തപ്പഴം കഴിച്ചു. അതുപോലെ കുറച്ച് വെള്ളം കുടിച്ചിട്ട് എന്ത് ചെയ്തു, നമ്മൾ നിസ്കരിച്ചു, സുബഹി നിസ്കരിച്ചു. അത് കഴിഞ്ഞ് നമ്മളത് രാവിലെ കോളേജിൽ പോയിട്ട് റെഡിയായി കോളേജിലെത്തി. അതുപോലെ ഫ്രണ്ട്സിനൊക്കെ കണ്ടു. നമ്മളെ കോളേജ് ഡേയ്സ് അങ്ങോട്ട് കഴിഞ്ഞു. നോമ്പുറക്കാൻ വേണ്ടിയിട്ട് കടയിൽ പോയായിരുന്നു. ഇവിടെ മക്കളെ 90 റുപ്യക്ക് 2 ഷവർമ, ഒരു ഫുള്ള് റോള് ഷവർമയ്ക്ക് 60 റുപ്യ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിവിടെ പരിചയപ്പെടുത്താൻ പോണത് ഇവിടുത്തെ ലോഡർ ഫ്രൈസ് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയും, അതുപോലെ ഇത് ഷവർമാൻ്റെ ചിക്കൻ പീസുകളാണ് കേട്ടോ ഇതിലിടുന്നത്. 130 റുപ്യ റേറ്റിന് രണ്ടാൾക്ക് അത്യാവശ്യം തിന്നാൻ പറ്റുന്ന, വയറ് നിറച്ച് തിന്നാൻ പറ്റുന്ന ലോഡർ ഫ്രൈസാണ്. അപ്പോൾ ഈ കട വരുന്നത് മോർഗൻസ് ഗേറ്റിൽ നിന്ന് റെയിൽ ക്രോസ്ക്ക് പോണ വഴിക്കാട്ടെ ഈ കഥ വരുന്നത്. അപ്പം ഇവിടെ അത് ഫ്രീ ആയിട്ട് നോമ്പ് തുറ സെറ്റിങ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും അങ്ങോട്ട് ചെന്ന് നോക്കുക, ഫ്രീ ആയിട്ട് കിട്ടണമല്ല. അപ്പോൾ നമ്മൾ അതും കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, റിയാസ് ഖാൻ്റെ ബിരിയാണി കിട്ടി. അപ്പോൾ കേരളത്തിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം പ്ലേ ഓഫ് പോയിട്ട് ഒരു ഓഫും ഇപ്പോൾ കിട്ടിയിട്ടില്ല. അപ്പോൾ ആ കളിയും കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്ത്, ഇത് ഹോസ്റ്റലത്തെ പൊറാട്ട ഉണ്ടോ അതും കഴിച്ച് പള്ളറച്ച് നിന്ന്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തിട്ടോ.